ഈ വിഷയം നമുക്കറിയാലോ, സങ്കീർണമായൊരു വിഷയമാണ്. ആനേനെ നമ്മൾ നേരത്തെ ട്രാക്ക് ചെയ്തിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലാണ് വിചാരിച്ച രീതിയിൽ ആനേനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. പോലീസ് ഫോഴ്സും അതുപോലെ തന്നെ ഫോറസ്റ്റും ഒക്കെ പൂർണ്ണമായി ഇവിടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം തുടരും. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. ഇന്ന് രാത്രി നമുക്ക് മയക്കുവെടിക്ക് വെക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ബണ്ടിൽ നിന്ന് പറയുന്നത്. ആന ഇപ്പോൾ ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഫോറസ്റ്റ് തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാത്രി സുരക്ഷ ഒരുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇപ്പോൾ ഇവിടെ ഉണ്ട്. 8-10 പിന്നെ ഫോറസ്റ്റും ഉണ്ട്, പോലീസും ഉണ്ട്, ഓൾറെഡി ഇവിടെ ഉണ്ട്. എല്ലാ സുരക്ഷിതത്വം കൊടുക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളില്ല നമുക്ക്. വയനാട്ടിൽ ഇപ്പോഴും ജനങ്ങളുടെ പ്രതിഷേധമാണ്. മുണ്ടൻ കോളനിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് അവർക്കൊരു സുരക്ഷ വേണം, അവർക്കൊരു ഉറപ്പ് വേണം. അവർക്ക് ഇന്ന് രാത്രി കഴിയാൻ അവരെന്ത് ഉറപ്പിൽ, എന്ത് സുരക്ഷയിലാണ് ഇന്ന് രാത്രി അവരുടെ വീടുകളിൽ കഴിയേണ്ടത്, എന്ത് വിശ്വസിച്ചാണ് രാത്രി കിടന്നുറങ്ങേണ്ടതെന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരോട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറയുകയാണ്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കൃത്യം 5:30 ആയപ്പോൾ നിങ്ങൾ ക്ലോക്ക് നോക്കി ദൗത്യം അവസാനിപ്പിച്ച്, മിഷൻ അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾ ഈ രാത്രി ആന വരുമോ എന്ന ഭീതിയിൽ, ആ ആശങ്കയിൽ വേണം ഇന്ന് രാത്രി കഴിയാൻ. എങ്ങനെയാണ് സിഗ്നലിൽ നിന്ന് വിവരങ്ങൾ പോലും ലഭിക്കാത്ത ആന വരുമോ ഇല്ലയോ, ആ ആശങ്കയിൽ വേണം ഞങ്ങൾ ഇന്ന് ഈ രാത്രി തള്ളി നീക്കാൻ. എന്തായാലും ഇന്നത്തെ മിഷൻ മഗ്ന നടന്നില്ല. മയക്കുവെടി വെക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് ഫലം കണ്ടില്ല. നാളെ വീണ്ടും 3-ാം ദിവസമാണ്. 3-ാം ദിവസവും മിഷൻ മഗ്ന തുടരും. പക്ഷേ ഈ രാത്രിയുണ്ട്, ഈ രാത്രി കടന്ന് ജീവിക്കേണ്ടതുണ്ട് അവിടെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക്. ആന ഇപ്പോഴും പിടിതരാതെ എവിടെയോ നിൽക്കുകയാണ്. ആന എവിടെയാണെന്നുള്ള വിവരം പോലും ഈ ഘട്ടത്തിൽ വനംവകുപ്പിന്റെ കയ്യിലില്ല. സിഗ്നലിൽ നിന്നുള്ള ഡാറ്റ ലഭിക്കുന്നുള്ള, റേഡിയോ കോളറിൽ നിന്നുള്ള ഡാറ്റ ലഭിക്കുന്നില്ല. ആന എവിടെയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല. എപ്പോൾ, എവിടെ നിന്ന് ജനവാസ മേഖലയിലേക്ക്, ജനങ്ങൾ താമസിക്കുന്ന ഈ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തിലേക്ക് വരുമെന്നുള്ള വലിയ ആശങ്ക, വലിയ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വലിയ രീതിയിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നതും. ഫെലിക്സ്, നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുമായി. എന്താണ് ഈ ഘട്ടത്തിൽ നാട്ടുകാർ പറയുന്നത്? ഇന്ന് ഈ രാത്രി മിഷൻ നടക്കില്ല എന്ന് അവർക്കും അറിയാം, അവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ നാട്ടുകാരുമായി പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വയനാട് വന്യജീവി സങ്കേതത്തിലെ വൈൽഡ് ലൈഫ് വാർഡനും സംസാരിച്ചു. ഇരുവരും പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം, ഇന്ന് ഏതായാലും ഈ പദ്ധതി, അതായത് ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഏതായാലും സംരക്ഷണം കൊടുക്കാൻ പോലീസിൻ്റെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉണ്ടാകും. അവരുടെ പട്രോളിംഗ് ഇന്ന് രാത്രി ഈ പ്രദേശത്തുണ്ടാകും എന്നൊരു ഉറപ്പാണ് അവർ നൽകിയത്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ പട്രോളിങ്ങിന് എത്തുന്ന ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഇവിടെ എത്തട്ടെ, അവർ വന്നതിന് ശേഷം ഈ വാഹനങ്ങളൊക്കെ വിടാം എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതായത് രാത്രി സുരക്ഷ ഒരുക്കാമെന്ന് പറയുന്ന ആ പോലീസുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയതിനു ശേഷം മാത്രം വാഹനങ്ങൾ തിരികെ വിടാം എന്നതാണ് ഇപ്പോൾ ഈ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡനും ഒപ്പം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഇവരുമായിട്ട് ചർച്ച നടത്തിയത്. മുൻ മന്ത്രിയും ഒപ്പം മാനന്തവാടിയിലെ മുൻ MLA-യുമായിരുന്ന PK ജയലക്ഷ്മി അടക്കം ഇവിടെ എത്തി സംസാരിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ഇവിടെ എത്തട്ടെ. അവർ പറയുന്നത് ഇന്ന് രാത്രി സുരക്ഷ ഒരുക്കാനായി പോലീസുകാരുണ്ടാകും, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടാകും, പക്ഷെ അവരൊക്കെ ഇവിടെ എത്തട്ടെ എന്നതാണ് അവർ പറയുന്നത്. എത്തിയതിനു ശേഷം ഇവരെ ഈ വാഹനം, തടഞ്ഞിട്ട വാഹനം വിടാം എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഏതായാലും അത് ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല. അപ്പോൾ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും തുടരുകയാണ്. ഈ പട്രോളിങ്ങിനായി ഉദ്യോഗസ്ഥരെത്തിയ ശേഷം മാത്രം ഈ വാഹനം, തടഞ്ഞ വാഹനം വിടാമെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്.
ശരി, ഇപ്പോഴും പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല. ആ, എന്ത് വിശ്വസിച്ച് അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഈ രാത്രി ജീവിക്കേണ്ടത്? ഈ രാത്രി ആ മനുഷ്യർ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് വിശ്വസിച്ചാണ് രാത്രി ഉറക്കാൻ കിടത്തുക എന്ന വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാവപ്പെട്ട മനുഷ്യർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ദൗത്യ സംഘത്തിലെ ആളുകളൊക്കെ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോടാണ് ഈ ജനങ്ങൾ, ഈ മനുഷ്യർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. വനംവകുപ്പിനെ നിർത്തിപ്പൊരിക്കുകയാണ് നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ. ഞങ്ങൾക്ക് ഈ രാത്രി ആര് സുരക്ഷ നൽകും? നോക്കൂ, ഇപ്പോൾ ഏറ്റവും അവസാനം റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ച്, അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ട് എത്രയോ നേരമാവുകയാണ്. ഇപ്പോൾ ആന എവിടെയാണുള്ളത്, ആ മോഴയാന എവിടെയാണുള്ളത് വനംവകുപ്പിന് പോലും അറിയാത്തൊരു കാര്യമാണ്. ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടോ, അതോ ഉൾവനത്തിലാണോ, അതോ അത് കഴിഞ്ഞ് കർണാടക അതിർത്തിയിലേക്ക് പോയിട്ടുണ്ടോ, അറിയില്ല. ആ ഒരു ഉത്തരം മാത്രമാണ് വനംവകുപ്പിന്റെ കയ്യിലുള്ളത്. അവർ കൃത്യം 5:30 മിഷൻ അവസാനിപ്പിച്ചു. ഇന്ന് ശ്രമിച്ചു, ശരിയാണ്, പക്ഷേ മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. ഉറപ്പ് വേണം എന്ന് പറയുകയാണ്. എന്ത് വിശ്വസിച്ച് ഈ രാത്രി ഉറങ്ങണം, അല്ലെങ്കിൽ എന്ത് സുരക്ഷയിലാണ് ഈ രാത്രി ഞങ്ങൾ വീടുകളിൽ കഴിയുക എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഫെലിക്സ്, ഒരു സമവായത്തിലുള്ളൊരു സാധ്യത, ആ രീതിയല്ല കാര്യങ്ങൾ കിടക്കുന്നത്. ആ മനുഷ്യരുടെ ജീവനും ജീവിതവുമാണ്, അതാണ് അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയായി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ അവർ പറയുന്നത് എന്താണ് ഫെലിക്സ്? ഇപ്പോൾ ഇനി ഒരു മിഷൻ നടക്കുക, ഈ രാത്രിയിൽ ഒരു മിഷൻ നടക്കുക, അത് ഇമ്പോസിബിൾ ആണ്, അത് നടക്കില്ല എന്ന് അവിടെയുള്ള നാട്ടുകാർക്കും ഉറപ്പുണ്ട്. ദൗത്യസംഘം അവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന, മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്സ് എന്താണ് ഫെലിക്സ്? ആര്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ ജീവനും സ്വത്തിനും ആര് സുരക്ഷ ഇന്ന് രാത്രിയെങ്കിലും നൽകുമെന്നതാണ്. അപ്പോൾ അതിന് മറുപടിയായി ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വയനാട് വന്യജീവി സംഘത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡനും ഇവിടെ എത്തി നാട്ടുകാരുമായി ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞത് പോലീസിൻ്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെയും ഉദ്യോഗസ്ഥർ രാത്രി സുരക്ഷയ്ക്കായി ഈ പ്രദേശത്തുണ്ടായിരിക്കും എന്നതാണ്. പക്ഷേ അപ്പോൾ നാട്ടുകാർ വ്യക്തമാക്കുന്നത് അവർ വരട്ടെ, അവർ വന്നിവിടെ സുരക്ഷ ഒരുക്കട്ടെ, എന്നതിന് ശേഷം ഈ വാഹനങ്ങൾ, ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ മടക്കി വിടാം എന്നതാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത്. ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. കാരണം ഈ പറയുന്ന സുരക്ഷ ഒരുക്കേണ്ട പോലീസുകാരും അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയാൽ തീർച്ചയായും ഈ വാഹനം വിടാൻ, തടഞ്ഞിട്ട വാഹനം വിടാൻ അവർ തയ്യാറാകും എന്നതാണ് തോന്നുന്നത്. കാരണം അവരങ്ങനെയാണ് പറഞ്ഞത്. ഏതായാലും പക്ഷേ ചർച്ച നടക്കേണ്ടതുണ്ട്. ചർച്ച നടത്തി ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം മാത്രം ആയിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും അടക്കം ഇവിടെ ഉണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ദൗത്യവും ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ ദൗത്യം തുടങ്ങണം. നാളെ രാത്രി ആന ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുമെന്നത് വളരെ നിർണായകമാണ്. അക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത ഇല്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മണ്ണുണ്ടി കോളനിയിൽ ഉണ്ട്.